ഇന്നത്തെ താരം രാവിലെ തൊട്ട് നിറഞ്ഞു നിൽക്കുകയാണ് പുന്നമടയിൽ. ഓരോ ചുവന്ന സെറ്റ് മുണ്ടൊക്കെ എടുത്ത് മുല്ലപ്പൊക്കെ ചൂടി സുന്ദരിമാരായിട്ട് നമ്മുടെ ചേച്ചിമാരിങ്ങനെ റെഡി എടുക്കാം. പക്ഷെ സൂക്ഷിക്കണം, കയ്യിലൊരു പെരുത്ത വടിയുണ്ട്, അതുകൊണ്ട് അടുക്കാൻ പോകണ്ട. ഇതാ നമുക്ക് ആദ്യം ഒന്ന് ഇവരോട് ഇച്ചിരി വിശേഷങ്ങൾ ചോദിക്കാം. എവിടുന്നാ വരണേ? തലവടി ചുണ്ടൻ ഫാൻസ് ആണോ? അതെ. തലവടിയാണോ ഇത്തവണ കിരീടം എടുക്കാൻ പോണേ? അവരുടെ സ്വന്തം, അവർ പിന്നെ വിട്ടുകൊടുക്കില്ലല്ലോ. ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, കിട്ടിയില്ലല്ലോ, ഹാപ്പി ഒക്കെയാണ്. അങ്ങനെ ഞാൻ സൈഡിൽ കൂടെ ചോദിച്ചപ്പോഴേ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അല്ലല്ലോ കിട്ടും. സ്ഥിരമായിട്ട് വഞ്ചിപ്പാട്ടിനൊക്കെ പോകുന്ന ടീമാണോ? എന്നിട്ട് കുറെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ എവിടെ വെക്കണ? ഷെൽഫ് എവിടെയാ? ആരെ വീട്ടിലിരിക്കുന്നത്? എന്റെ വീട്ടിൽ. ആഹാ, അമ്പടെ കേമി ചേച്ചിയാണോ ക്യാപ്റ്റൻ? ആരാ ക്യാപ്റ്റൻ? ക്യാപ്റ്റന്റെ പേര് ഡെയ്സി. ഓക്കെ, നിങ്ങൾ എല്ലാരെയും ഒന്ന് ടീം അംഗങ്ങളെ പെട്ടെന്ന് പരിചയപ്പെടുത്തരാവോ? അതെ, ഇവിടെ ലീലാമ്മ ഗോപി, കുഞ്ഞുമോൾ. എന്തൊരു ചിരിയാണൊക്കെ. ആനി പ്രതീഷ് ഗൗരവക്കാരിയാണല്ലോ. ഗിരിജ സെബാസ്റ്റ്യൻ. കണ്ടാ, ഈ ചേച്ചിയാണ് ഇച്ചിരി വലിയ വടിയായിട്ട് നിൽക്കുന്നു പറഞ്ഞു, മാറിയിക്കാൻ പറഞ്ഞു. ഗിരിജ സെബാസ്റ്റ്യൻ. ഓക്കെ, എന്റെ പേര് രാജമ്മ തമ്പി. ഓക്കെ. തിരുവല്ലന്നാണോ? പൊളിച്ച്. എന്റെ പേര് ബിന്ദു ഗോപി. ഓക്കെ. ബാബു. ഈ കൂട്ടത്തിലെ തീപ്പൊരി ഇതാണ്. ആണോ? ഏറ്റവും ചെറുതാണ് ഞാൻ. ആണോ? പക്ഷെ ഈ ഏറ്റവും ചെറുതുങ്ങളാ എല്ലാം ഭരിക്കുന്നത്. ഇത് തീപ്പൊരി ആണെങ്കിൽ ഞാൻ ഏറ്റവും നാണം കൂടി കാണിച്ചു തരാം. അതെ, നാണം വന്ന് കണ്ട. പക്ഷേ ഉണ്ടല്ലോ, ഈ നാണം കൊടുക്കൊന്നും പാട്ടിലുണ്ടാവില്ല. ഞാൻ ഇന്നലെ ഇവരെ ഒരു വഞ്ചിപ്പാട്ട് പഠിപ്പിക്കാൻ നോക്കി, പോരാ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നുണ്ടല്ലേ? നമ്മളെത്ര പറ്റില്ല. അല്ല, ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കി. അങ്ങനെ ഞാൻ ഇവരെ പറ്റി പറയാൻ. അപ്പൊ നമുക്ക് ഒരു പുതിയ പാട്ട് ഇവരുടെ പഠിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങാം. തകർക്കുമല്ലേ? ശരി.
സുന്ദരിമാരെ പാട്ട് കണ്ട അതെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പിന്നെ ഈ എല്ലാരും ആഞ്ഞു തുഴയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ മത്സരിക്കാൻ വരാറുണ്ടാ വെള്ളത്തിലിറങ്ങി മത്സരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് മത്സരിക്കുന്നുണ്ടോ ആണോ ആരൊക്കെ ഒന്നാ തീപ്പരി ഉണ്ട് തീപ്പരി പിന്നെ ചേച്ചി മൂന്നാമത്തെ അല്ല പൊളിച്ച് എപ്പഴാ മത്സരം എപ്പഴാ ഹീറ്റ്സ് എപ്പഴാ ഹീറ്റ്സ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ ഉണ്ടോ ഈ ബാക്കിയുള്ള ഇവരെയൊക്കെ എപ്പോഴും കാണും പക്ഷെ നിങ്ങൾ ആ സമയത്ത് മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ കാണാൻ വെള്ളത്തിൽ തന്നെ ജീവിക്കുന്നവരാണ് എടുത്തങ്ങ് തുഴയുക പിന്നല്ല പ്രാക്ടീസ് ഒന്നും വേണ്ട എന്തിന് ഞങ്ങൾ വീട്ടിൽ വെള്ളം പാടത്തിൽ നടക്കാം അപ്പൊ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീ ബൈക്ക് ഓടിക്കുന്ന പോലെ പറഞ്ഞോ ചെറുതന ഒന്നാം തുടക്കാൻ എന്റെ ഹസ്ബൻഡ് പിന്നെ വീട്ടുകാര് മൊത്തം തുഴച്ചിലാണല്ലോ മക്കളെ മോള് കാണണ്ട എന്റെ ഉൾപ്പുണ്ട് അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഇതില് അത് അമൃത കറങ്ങിത്തെത്തി അപ്പൊ നമ്മളെ ഈ പറഞ്ഞ പോലെ ഈ അസാധ്യ ടീമുകളാണ് ഇവിടെ മൊത്തത്തില് പാട്ടിലാണേലും താളത്തിലാണേലും ഇനി തുഴച്ചിലാണേലും ഈ കയ്യൂക്കിലാണേലും പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നമ്മൾ വിചാരിക്കണ കേരളത്തിലില്ല ഇതുപോലെ വീറും വാശിയും കൈക്കരുത്തുള്ള പെണ്ണുങ്ങൾ അത് വേറൊന്നുമില്ല ഈ പുള്ളിക്കാരിനെ കെട്ടിച്ചോണ്ട് നിങ്ങൾ ഇവിടെ അതുകൊണ്ടാണ് വേറൊന്നുമില്ല ചമ്പക്കുളത്ത് എനിക്കുള്ള കൈയുണ്ടോ അങ്ങനെ ഇവരുടെ കൈക്കരുത്തും തുഴക്കരുത്തും ഈ വായ്ത്താരിയുടെ കരുത്തും ഒക്കെ കൊണ്ടാണ് സത്യത്തിൽ ഇവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര ശക്തിയോടെ ഇറങ്ങി തുഴയുന്നത് പറയാനുണ്ടല്ലോ ഒരു മിനിറ്റ് ഒരു കണ്ടത്തിപ്പാട്ട് ആ പൊളിക്കും കണ്ടത്തിപ്പാട്ട് പിന്നെ എന്തിനെത്ര താമസിക്കണം ചോദിച്ചാ പോരെ എന്നെ ഏറ്റുപിടിക്കും പാടത്തിൻ്റെ തമ്പിൽ പണി ചെയ്യും തിരുതേ നീ നിന്റെ പാട്ടൊന്നു പാടന്റെ തിരുതേ പാടത്തിൻ്റെ തമ്പിൽ പണി ചെയ്യും തിരുതേ നീ നിന്റെ പാട്ടൊന്നു പാടന്റെ തിരുതേ ഏനെന്തോ പാടാനാ കൊച്ചമ്പറം പറയണത് ഞാനൊന്നു മൂത്തോട്ടെ എല്ലാം പാടാമേ ഞാനൊന്നു മൂത്തോ പാടാനാ കൊച്ചമ്പറം പറയണത് ഞാനൊന്നു മൂത്തോട്ടെ എല്ലാം പാടാമേ കൊച്ചമ്പ്രാനിന്ന് കോളേജിൽ പോയില്ലേ പട്ടാസിൽ പാസ്സാകണതാരാടി കൊച്ചമ്പ്രാനിന്ന് കോളേജിൽ പോയില്ലെങ്കിൽ പട്ടാസിൽ പാസ്സാകണതാരാടി തിരുവേ മേലെ വാഴം പേരി വല്യമ്പ്രം വരണുണ്ട് കൊച്ചമ്പ്രം മേലെ വാഴം പേരി വല്യമ്പ്രം വരണുണ്ട് കൊച്ചമ്പ്രം വെല്ലം ചെയ്യട്ടെ എന്താന്നറിയോ അതല്ല മെയിൻ വരിയൊന്നുമില്ല അതെ കൊച്ചമ്പളം പൊക്കോ വില്ലമ്പളം അത് മാത്രമല്ല ഒരു റിയാലിറ്റി കൂടെ അതിൽ പറയണ്ടേ കോളേജിൽ പോയില്ലെങ്കിൽ ജയിക്കില്ല ഇത് ആരെഴുതി കണ്ടത്തിലൊക്കെ പാടുമ്പോ ഞങ്ങളുടെ ഭാവനയിൽ കൂടിയൊക്കെ ഞങ്ങള് പാടിയതാ ആണോ കൊച്ചുമ്മ വിനയം അല്ല സത്യം ഇനി പോലത്തെ ഐറ്റം ഉണ്ടാക്കിയതാ അല്ല ഇതില്ലെങ്കിൽ എവിടെ ഈ മറ്റേ ഫസ്റ്റ് ക്ലാസ് പാസ്സാവില്ലൊക്കെ വരുന്നേ അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതുപോലത്തെ ഐറ്റം വേറെ ഉണ്ടോ യെസ് വേറെ ഐറ്റം ഉണ്ടോ ഒരെണ്ണം കൂടെ ഉച്ചിരി അന്നൊരു പണിയാ ഒരു മിനിറ്റ് ആലോചിക്ക് നമുക്ക് അപ്ലൈക്ക് നമുക്ക് ഒരു വൈബ് പിടിച്ചു തരാം വേറൊന്നുമില്ല ചേച്ചിമാരൊന്ന് ആലോചിക്ക് ഞങ്ങളുടെ സുന്ദരികളൊന്ന് പാട്ട് ആലോചിക്കട്ടെ അടുത്ത നമ്പറുമായിട്ട് വരും അതിന് മുമ്പ് അതെ അതെ നമുക്കേ